ജയന്തി ജനത എക്സ്പ്രസ്സിൽ കന്യാകുമാരി നിന്ന് പൂനെ വരെയുള്ള യാത്രയുടെ 2ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ്. രാവിലെ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. നമ്മൾ യരഗുണ്ട്ല എന്നൊരു സ്ഥലം എത്താനായിട്ടുണ്ട്. യരഗുണ്ട്ല ജംഗ്ഷനിലേക്ക് നമ്മുടെ ജയന്തി അരമണിക്കൂർ ലേറ്റ് ആയിട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഗ്രാൻഡ് കാനിയോൻ എന്നറിയപ്പെടുന്ന ഗണ്ടിക്കോട്ട എന്ന സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അത് എമർജൻസി ബ്രേക്കാണ് എന്ത് പിടിച്ചല്ലോ ഇവിടെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് യരഗുണ്ട്ല എന്ന ഈ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി കേട്ടോ. ജയന്തിക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ടാക്സി അല്ലെങ്കിൽ ബസ്സൊക്കെ കിട്ടും. അങ്ങോട്ടേക്ക് പോകാം. ബസ് കിട്ടുമെന്ന് എനിക്കറിയില്ല, ടാക്സിയൊക്കെ കിട്ടും ഇവിടെ ഗണ്ടിക്കോട്ടെ പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഫേമസ് ഉള്ള സ്ഥലമാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാം. അപ്പോൾ ഗണ്ടിക്കോട്ട പോകാൻ വേണ്ടി ഇവിടെ യരഗുണ്ട്ല ഇറങ്ങിയാൽ മതി. ഈ ഇറങ്ങിപ്പോകാൻ വേണ്ടി ആരാണ്ട് ചെയിൻ വലിച്ചാന്ന് തോന്നുന്നു കേട്ടോ. ചെയിൻ വലിച്ച അതാണ് സംഭവം. നോക്കി ആ സ്റ്റേഷൻ ലൂപ്പ് കയറി പ്ലാറ്റ്ഫോമിൽ കയറി അതിനിടയ്ക്ക് നോക്ക് ചെയിൻ വലിക്കുന്ന നോക്ക്. വല്ലാത്ത സോക്കേട് തന്നെ അല്ലേ. ഗുഡ്സിൻ്റെ മേളയായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ പലതരം പല സാധനങ്ങളൊക്കെ കാണാം. ഇത് എനിക്ക് തോന്നുന്നു സിമെൻറ്റ് കൊണ്ടുവന്നാന്ന് തോന്നുന്നു ഈ ഒരു ഗുഡ്സ് ട്രെയിനെ. സിമെൻ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സിമെൻറ്റ് കൊണ്ടുവന്നായിരിക്കും. നമ്മൾ ഈ യരഗുണ്ട്ലയൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ശബരിമല സ്പെഷ്യലിന് പോകാൻ നേരത്തായിരുന്നു തോന്നുന്നു കേട്ടോ. ആ സമയത്താണെന്ന് തോന്നുന്നു, ഓർമ്മ കിട്ടുന്നില്ല പെട്ടെന്ന്. ഈ വഴിയൊക്കെ പോയിട്ടുണ്ട്. 11:30 നമ്മൾ റായ്ചൂർ എത്തും കേട്ടോ. പിന്നെ 2 മണിക്ക് വാടി, പിന്നെ 2:50 കാലാബുറാഗി. അങ്ങനെയാണ് ഇതിൻ്റെ സമയം റൂട്ടൊക്കെ പോകുന്നത്. ഫുള്ള് ഡ്രൈ റൂട്ടായിരിക്കും. അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. കാഴ്ചകളൊന്നും ഡ്രൈ ആയിരിക്കും. ആന്ധ്രയും കർണാടകവും ഒക്കെ മിക്സ് ആയി വരുന്നൊരു ടെറൈൻ അല്ലേ. ഈ ഏരിയയിലെ കുറേ ക്വാറി നമുക്ക് കാണാൻ പറ്റും. അതൊരു ക്വാറിയാണ് കേട്ടോ. താഴോട്ട് ഒത്തിരി ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല. കുറേ ക്വാറിയുള്ള ഏരിയ എന്ന് തോന്നുന്നു. ഇവിടെ ട്രാക്കിൽ ഇതേപോലെ യെല്ലോ ഒരു സാധനം ബോക്സ് വെച്ചിട്ടുണ്ട്. ഇതൊരു 200-300 മീറ്റർ ഗ്യാപ്പിൽ ഇത് വെച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകും. എനിക്ക് മറ്റേ ആൻറ്റി ട്രെയിൻ കൊളീഷൻ സിസ്റ്റത്തിൻ്റെ വല്ലതും സംഭവമാണ്. മറ്റേ കവചില്ലേ, അതിൻ്റെ എന്തെങ്കിലും ആണോ ഒന്നും അറിയത്തില്ല. കവചൊക്കെ ഈ ആന്ധ്ര ഏരിയയിലൊക്കെയാണ് കൂടുതലും അവർ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടത്. അപ്പോൾ ഇനി അതിൻ്റെ ആണെന്ന് അറിയത്തില്ല. എന്തോ ഒരു ബോക്സ് ഉണ്ട്. ഒരു 200-300 മീറ്റർ ഗ്യാപ്പിൽ ഓരോ ബോക്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ടുണ്ടോ ഒരു യെല്ലോ ബോക്സ് കണ്ടോ. എനിക്ക് ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായിരിക്കും മിക്കവാറും, അല്ലാണ്ട് വേറെ എന്താ കണ്ടോ. അത് കണ്ട് ഈ ലെവൽ ക്രോസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഉണ്ട്. ഇത് കണ്ടോ, എല്ലായിടത്തും കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തോ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. അതായിരിക്കും കണ്ടോ. എനിക്ക് ഉറപ്പില്ല. ഞാനിങ്ങനെ ടെക്നിക്കൽ ഇതൊന്നുമല്ല. അതാണെങ്കിൽ ഒന്ന് പറയണം, അല്ലെങ്കിൽ എന്തോ ഒന്ന് പറയണം. ശരിക്കും ഈ കവച് എന്ന് വെച്ചാൽ ഇന്ത്യൻ റെയിൽവേ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയാണ്. അതായത് TCAS ഉണ്ടല്ലോ, ട്രെയിൻ കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റം. മുന്നിൽ ട്രെയിൻ ഉണ്ടെങ്കിൽ ഇപ്പം വിസിബിലിറ്റി ഇല്ലാത്ത ഏരിയയിലൊക്കെ ആണെങ്കിൽ ട്രെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി, നേർക്ക് നേരെ വണ്ടി വരുന്നതാണെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ട്രെയിൻ കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റം ഉണ്ട്. ഈ മറ്റേ എയർ ട്രാഫിക്കിലൊക്കെ ഉണ്ട് അത്. അപ്പോൾ അതേപോലെ ഒരു അവോയ്ഡൻസ് സിസ്റ്റം ആണത്. അപ്പോൾ അത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലായിടത്തും ആയിട്ടൊന്നുമില്ല, എല്ലായിടത്തും ഒക്കെ ആവുമെന്നാണ് പറയുന്നത്. രാവിലെ തൊട്ട് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് 130 km/h ആണ് കേട്ടോ. ഇപ്പോഴും 130 പോകുന്നത്. നല്ല ശബ്ദം കടകടകടാന്ന് പറഞ്ഞുകൊണ്ട് അടിപൊളിയല്ലേ. ഈ ഭാഗത്തെല്ലാം 130 സ്പീഡ്. നല്ല വെച്ച് പറപ്പിച്ച് പോയിക്കൊണ്ടിരിക്കും. ഈ സ്റ്റേഷൻ്റെ പേര് കേട്ടോ മാങ്ങാപട്ടണം. ഇവിടെ എനിക്കൊന്ന് മാങ്ങ കേട്ടോ നിന്നോട്ട് പേര് നോക്കണേ. നല്ല രസമായിട്ടോ. എന്താ മാങ്ങാപട്ടണം. ഇപ്പൊ കണ്ട നദിയുടെ പേര് ചിത്രാവതി നദി എന്നാണ്. നല്ല നീണ്ടു തുറന്ന് കിടക്കുന്ന നദിയാണ്. കുറെ നേരം ഇതിന്റെ സൈഡിൽ കാണുന്നുണ്ട്. ഏട്ടാ നദിയുടെ ഭാഗമാണ് കേട്ടോ കാണുന്നത്. അപ്പൊ നീണ്ടു നിവർന്ന് കുറെ കിടപ്പുണ്ട്. അത്രയ്ക്ക് നീളമുള്ള നദിയാന്ന് തോന്നുന്നു ചിത്രാവതി.
നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലെ തടിപത്രി എന്നൊരു സ്റ്റേഷനിലാണ്. ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് നല്ല അടിപൊളി ആർക്കിടെക്ചറുള്ള പഴയ ക്ഷേത്രങ്ങളുള്ളൊരു സ്ഥലമാണ് ഈ തടിപത്രി എന്ന് പറയുന്നത്. തടിപത്രി എന്നാണോ താടിപത്രി എന്നാണോ അറിയത്തില്ല കേട്ടോ പ്രൊണൗൺസിയേഷൻ. അവിടെ നമ്മുടെ ജയന്തി എത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് കുത്തിയാണ്. കുത്തിയിൽ വെച്ച് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഒന്നും വാങ്ങിച്ചില്ല. അപ്പോൾ കുത്തി വെച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. താടിപത്രി എന്നാണ് കേട്ടോ പറയുന്നത്. അവിടെ അനൗൺസ്മെൻറ്റ് കേൾക്കാം. താടിപത്രി എന്നാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തിനെ പറയുന്നത്, തടിപത്രി എന്നല്ല. അങ്ങനെ നമ്മൾ കുത്തി ജംഗ്ഷൻ എത്താറായി കേട്ടോ. ഈ കുത്തി ജംഗ്ഷന്റെ ഇംഗ്ലീഷിലുള്ള സ്പെല്ലിംഗ് GOOTY എന്നാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ കൂട്ടി എന്നാണ് വായിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, കുത്തി എന്നാണ് പറയുന്നത്. ഈ ആൽക്കോ കിടക്കുന്നുണ്ട് ഗുണ്ടക്കല്ലത്. ഇതിലെ ടോയ്ലറ്റ്സ് ഒക്കെ നല്ല വൃത്തിയാട്ടോ, അവർ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അതെന്തായാലും കൊള്ളാം. ഓൺബോർഡ് ഹൗസ് കീപ്പിംഗ് നല്ല പണിയെടുക്കുന്നുണ്ട്. ടോയ്ലറ്റ്സ് ഒക്കെ നല്ല വൃത്തിയുണ്ട്, അതൊന്നും പ്രശ്നമില്ല. ഈ കുത്തി ശരിക്കും പറഞ്ഞാൽ ടൗൺ അത്ര വലിയ വലിപ്പമില്ലെങ്കിലും ഇൻ ടേംസ് ഓഫ് റെയിൽവേ നോക്കുകയാണെങ്കിൽ തന്നെ വലിയൊരു സ്ഥലമാണ് റെയിൽവേയുടെ. കുറേ ഗുഡ്സിൻ്റെ യാർഡും അതും ഇതും. ഇവിടെ ഡീസൽ ലോക്കോ ഷെഡ് ഉണ്ട്, കുത്തി ഡീസൽ ലോക്കോ ഷെഡ്. ഇവിടെ WDG4G, WDG60, പിന്നെ WDG4, പിന്നെ ഇലക്ട്രിക് ലോക്കോസ് ആയ WDG9, അങ്ങനെ കുറേ ലോക്കോസ് ഉള്ളൊരു ഷെഡാണ് ഇവിടുത്തെ ഡീസൽ ലോക്കോ ഷെഡ് കുത്തി. കുത്തിയിൽ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഉണ്ടോ കുറേ ഡീസലൊക്കെ കിടക്കുന്നുണ്ട്. ഗുണ്ടക്കല്ലേ വേണ്ട. ഇതാണ് ആന്ധ്രയിലെ ഗുത്തി എന്ന സ്റ്റേഷൻ കേട്ടോ. ഗുത്തി ജംഗ്ഷൻ. ഇംഗ്ലീഷിൽ ഉണ്ടല്ലോ, ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് GOOTY എന്നാണ്, പക്ഷെ പറയുന്നത് ഗുത്തി എന്നാണ്. ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്തൊരു വണ്ടിയാണ് പോകുന്നത്. അഹമ്മദാബാദ് തിരുച്ചിറപ്പള്ളി എക്സ്പ്രസ് എന്ന് പറഞ്ഞത്. ഇത് എനിക്കൊരു സ്പെഷ്യൽ ട്രെയിനാന്ന് തോന്നുന്നു കേട്ടോ. സ്പെഷ്യൽ ട്രെയിനാ. സ്റ്റോപ്പില്ലാത്ത വണ്ടി ഇവിടെ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ടോ. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞത് കണ്ട അവർ വന്നില്ല കേട്ടോ, പറ്റിച്ചല്ല. പക്ഷേ എന്തൊരവസ്ഥയാന്ന് നോക്കിയേ. ഇനിയിപ്പോൾ എന്തോ ഒരു പിടുവില്ല, എന്തൊരു കഷ്ടമാണെന്നൊക്കെ. ഫുഡ് കൊണ്ട് തന്നു കേട്ടോ. ആ പുള്ളി ഓടി വേഗം കൊണ്ട് തന്നു. എന്നിട്ട് പറഞ്ഞു ഗൂഗിൾ പേ നമ്പർ പറഞ്ഞിട്ട് അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ്. കഷ്ടമുണ്ട് പാവം പുള്ളി, താമസിച്ച് പോയതാ. വേഗം കൊണ്ട് തന്നത്. പെട്ടെന്ന് തന്നെ ഈ വണ്ടി കുത്തി നിർത്തും കേട്ടോ. അതേ നേരം നിർത്തിയിട്ട് പോയില്ല, 2 മിനിറ്റ് കണ്ട് ഇട്ടുള്ളൂ. രണ്ട് ഇഡ്ഡലിയും ഒരു വടയും സാമ്പാറും ചമ്മന്തിയാണ് അതിനകത്തുള്ള ആന്ധ്ര സ്റ്റൈൽ ഫുഡാണ്. ഭക്ഷണം മേടിച്ചതില് ഇഡ്ഡലി വടയില് വട അടിപൊളി കഴിക്കണം കേട്ടോ. ഇവരുടെ വട തണുത്താലും കഴിക്കാൻ പറ്റും, നല്ല രുചിയായി. ഈ ആന്ധ്രയിൽ കിട്ടുന്ന വടയുണ്ടല്ലോ, സൂപ്പർ സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തമിഴ്നാട്ടിലെയും ആന്ധ്രയിലൊക്കെ നല്ല നല്ല ടേസ്റ്റുള്ള വട. തമിഴ്നാട് ചില സമയത്തൊക്കെ പറ്റിക്കും, പക്ഷെ ആന്ധ്രയിലെ അടിപൊളി സാധനം കേട്ടോ. കുത്തിയിൽ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇഡ്ഡലി വട അടിപൊളിയായിരിക്കും. ഞാൻ ഈ കാറ്ററിംഗ് വഴി ഓർഡർ ചെയ്തത്. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ മതി, അത് കിട്ടും. ആകെ ഒറ്റ ഓട്ടേ ഉള്ളൂ കുത്തിയിൽ, അവിടെ അത് മാത്രമേ ഉള്ളൂ. കുത്തി വിട്ടാൽ പിന്നെ ഒരു 28 കിലോമീറ്റർ കഴിഞ്ഞാൽ ഗുണ്ടക്കിലെത്തും കേട്ടോ. ഗുണ്ടക്കിലാണ് മെയിൻ സ്റ്റേഷൻ. അപ്പോൾ ഗുണ്ടക്കിൽ അത്യാവശ്യം കുറച്ച് നേരം ഇടുമായിരിക്കും വണ്ടി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഇന്നലെ രാത്രി നമ്മൾ ഈറോഡ് എത്തിയപ്പോഴേക്കും മറ്റേ പൂനെ കന്യാകുമാരി ജയന്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒന്നുകൂടെ കാണാം കേട്ടോ. ഗുണ്ടക്കിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. പൂനെ ഇന്നലെ രാത്രി വിട്ട പൂനെ കന്യാകുമാരി ജയന്തി. നമ്മുടെ കന്യാകുമാരി പൂനെ ജയന്തി ഇപ്പോൾ ഗുണ്ടക്കിൽ കയറാൻ പോവാണ്. അപ്പോൾ രണ്ടും ഗുണ്ടക്കിൽ വെച്ച് മീറ്റ് ചെയ്യും കേട്ടോ. ഗ്രാമീണ കാഴ്ചകൾ കണ്ടോ, കാളവണ്ടിയൊക്കെ പോകുന്നത് കണ്ടോ, അടിപൊളിയല്ലേ. നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ വലിയ വലിയ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പുള്ള അടുത്ത സ്റ്റേഷനിലെ കൊണ്ട് പിടിച്ചിടുന്ന ഒരു സ്വാഭാവികമായ കാര്യമാണ് ഇന്ത്യൻ റെയിൽവേയിൽ. തിമ്മന ചെറുളാണെന്ന സ്റ്റേഷനെ കൊണ്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റായി പിടിച്ചിട്ട് എന്തോന്നും ഒരു പിടുത്തമില്ല. ആന്ധ്രാപ്രദേശിൽ കയറിയ പിന്നെ മഴ പെയ്യുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. നല്ല മഴക്കാറൊക്കെ വെച്ച് വരുന്നുണ്ട്. ഈ വേരസ്മേ ട്രെയിൻ ഇടയ്ക്ക് ഇതേപോലെ റോങ് അപ്ഡേറ്റ് വരും. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സ്ക്രീൻഷോട്ട് കണ്ടോ, ഗുണ്ടക്കിൽ ഡിപ്പാർട്ടായിരുന്നൊക്കെ കാണിക്കണേ. ഗുണ്ടക്കിൽ എത്തിയിട്ട് പോലും ഇല്ല. പോരെ, അത് NTS കാണിക്കും. NTS അത്ര വലിയ കറക്റ്റ് ആപ്പൊന്നുമല്ല.
NTS ഇതുപോലെ കാണിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ്. അതായത് ട്രെയിൻ നേരത്തെ എത്തിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് NTS. രണ്ട് ആപ്പിനും അതിൻ്റെ ആ പ്രശ്നങ്ങളുണ്ട്. ഒന്നും അത്ര ആക്യുറേറ്റും പെർഫെക്റ്റും ഒന്നുമല്ല. അതുകൊണ്ട് ഒന്നിനും നന്മാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ ചില സമയത്തൊക്കെ. നമുക്കിപ്പോൾ കന്യാകുമാരി പോകുന്ന ജയന്തി കാണാൻ പറ്റും. ഗുണ്ടക്കിൽ വെച്ച് കാണേണ്ടതാണ്. പക്ഷേ ഈ വണ്ടി ഇവിടെ പിടിച്ചിട്ടുകൊണ്ട് മിക്കവാറും പോകുന്ന വഴിക്ക് കാണാൻ പറ്റത്തുള്ളൂ. കാണിച്ചു തരാം. നമ്മളങ്ങനെ ഈ യാത്രകളിൽ ശരിക്കും പറഞ്ഞാൽ 3 ജയന്തി കണ്ടു. അതായത് നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് വിട്ടപ്പോൾ ഒരെണ്ണം കണ്ടു, ഗുണ്ടക്കല്ല സോറി ഈറോഡ് വെച്ച് ഒരെണ്ണം കണ്ടു, ഇപ്പോൾ ഗുണ്ടക്കലെടുത്ത് 3ാമത്തെ കണ്ടു. നമ്മുടെ 4ാമത്തെ ഞാൻ പറഞ്ഞില്ലേ 4 ജയന്തി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ആർക്കും വെയിറ്റ് ചെയ്യാൻ വയ്യ കണ്ടോ. പുള്ളി കൊണ്ട് ചാടാൻ വേണ്ടി നോക്കിയിരിക്കും. അവിടെ കുറേ പേര് ചാടുന്നുണ്ട്. പോരെ, എന്ത് റിസ്ക് അല്ലേ കാണിക്കുന്നത് നമുക്ക്. ട്രെയിൻ അത്യാവശ്യം കുറച്ച് നേരം ഇടും. കാരണം ഇവിടെ വൃത്തിയാക്കാനൊക്കെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. വെള്ളം നിറയ്ക്കുന്നുണ്ട്. ക്രൂ ചേഞ്ച് ഉണ്ട്. ജനറൽ കയറാനുള്ള ആൾക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് ആൾക്കാർക്ക് കയറാനുണ്ട് ധൃതി. എനിക്ക് ഇറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല കണ്ടോ. എന്താല്ലേ ഈ ജനറൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ സെല്ലേഴ്സ് വരുന്നത്. ഇഡ്ഡലി, വട, സമോസ, വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ആൾക്കാരെന്ന് നോക്കി. ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നതും ഇവിടെ കേട്ടോ. ഇത് മെയിനായിട്ടൊരു ട്രാൻസിറ്റ് സ്റ്റേഷനാണ്. ഇവിടുന്ന് പല വഴിക്ക് നമുക്ക് പോകാൻ പറ്റും. ബാംഗ്ലൂർ ഭാഗത്തേക്ക്, ഹൈദരാബാദ് ഭാഗത്തേക്ക്. അതുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാർ ഇറങ്ങാനൊക്കെ ഉണ്ടാവും. ഗുണ്ടക്കൽ ശരിക്കും പറഞ്ഞാൽ വലിയ സ്റ്റേഷനാണ്. ഇവിടുത്തെ 7ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ജയന്തി വന്ന് കയറിയത്. ഇവർ കൊള്ളാം കേട്ടോ. ഇവർ നല്ലപോലെ വണ്ടി വൃത്തിയാക്കുന്നുണ്ട്. വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടോ. എന്താ സാധാരണ വേസ്റ്റൊക്കെ ഇതേപോലെ ഈ പുറത്ത് കൊണ്ടുപോയി തള്ളുന്ന പരിപാടിയാണ്. പക്ഷേ ഇതെല്ലാം സേഫ്റ്റി തന്നെ ഇവർ എടുത്ത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതെന്തായാലും നല്ല കാര്യമാണ്. ഇനി വാടി ജംഗ്ഷൻ എന്ന സ്ഥലം വരെ നമ്മൾ ഏകദേശം ഒരു 3-4 തവണ പോയിട്ടുള്ള റൂട്ടാണ്. മറ്റേ റായ്ചൂർ മന്ത്രാലയം റോഡ് ആ റൂട്ടിൽ കൂടെയാണ് ഇത് വാടി പോകുന്നത്. വാടി നിന്നാണ് ഇത് നേരെ കാലാബുറാഗി, സോലാപൂർ വഴി പൂനെ പോകുന്നത്. ജയന്തി അവർ ലേറ്റ് ആക്കത്തില്ല. കാരണം ഇത് പൂനെ എത്തിയിട്ട് തിരിച്ച് വേഗം തന്നെ വരാനുള്ളൂ. ആകെ 1.5 മണിക്കൂറേ ഉള്ളൂ പൂനെ ലേ ഓവർ. അപ്പോൾ അത് ലേറ്റ് ആയ പണിയാണ്. അതുകൊണ്ട് ലേറ്റ് ആക്കാതെ മാക്സിമം പ്രയോറിറ്റി തൊട്ട് ഇത് കയറ്റി വിടും പൂനെ വരെ. ഈ കാണുന്ന ഡീസലൊക്കെ എല്ലാം കുത്തിയിടാണ് കേട്ടോ. കുത്തി WDC 4G. ഗുണ്ടക്കിലേനെ പിന്നെ നമ്മുടെ ജയന്തി ഉണ്ട്. വീണ്ടും 130 കയറിയിരിക്കുകയാണ്. സ്പീഡ് കുട്ടി നമ്മൾ പലയാണ് പോയിട്ടുണ്ട് കേട്ടോ. 130 ആണ് സ്ഥിരം. നല്ല സ്പീഡിലാണ് പോകുന്നത്. നമ്മളങ്ങനെ മന്ത്രാലയം റോഡെത്തി. ജയന്തി ഇപ്പോഴും 1/2 മണിക്കൂർ ലേറ്റാണ് കേട്ടോ. ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു തീർത്ഥാടന കേന്ദ്രമുണ്ട്, ഒരു രാഘവേന്ദ്ര സ്വാമി മഠം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ വരുന്ന കുറേ ആൾക്കാർ ഇവിടെ വരുന്ന ഒരു സ്ഥലമാണ് ഈ മന്ത്രാലയം റോഡ് കേട്ടോ. ഇതിൽ പോകുന്ന ഒട്ടുമിക്ക വണ്ടികൾക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. നല്ല ക്ലീൻ, നല്ല അടിപൊളി സ്റ്റേഷനാണ്. അപ്പുറത്ത് അംബുജ സിമെൻറ്റിൻ്റെ ഒരു ഗുഡ്സ് ട്രെയിൻ കിടക്കുന്നു. നമ്മൾ രാവിലെ തൊട്ട് ശരിക്കും പറഞ്ഞാൽ സൗത്ത് സെൻട്രൽ റെയിൽവേയിലാണ്. അപ്പോൾ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ഗുണ്ടക്കൽ ഡിവിഷനാണ് ഈ നമ്മൾ പോകുന്ന സെക്ഷനെല്ലാം.
ലോക്കോസ് എന്ന് നോക്കിയേ. നമ്മളിപ്പോൾ കർണാടകത്തിലാണ്. ശരിക്കും കർണാടകത്തിലെ റായ്ചൂർ ജംഗ്ഷനാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ കന്നഡയിലും തെലുങ്കിലും എല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ട് റായ്ചൂർ. ഉറുദുവിലും ഉണ്ട് കേട്ടോ, എല്ലാ ഭാഷയിലും ഉണ്ട്. ഈ ഹൂബിളി ഭാഗത്തു നിന്നൊക്കെ റായ്ചൂർ വരണമെങ്കിൽ ബെല്ലാരി വഴി എന്താണ് വരേണ്ടത്. അതിന് പകരമായിട്ടാണ് നമ്മളന്ന് കാരട്ടൈന സ്ഥലം പോയില്ലേ. അപ്പോൾ ഈ ഗിരികേര ജംഗ്ഷൻ എന്ന സ്ഥലമുണ്ട് ഹൊസ്പേട്ട അടുത്ത് കർണാടകത്തിൽ. അവിടെ നിന്ന് ഈ കാരട്ടകി വഴി ഇപ്പോൾ സിന്ധനൂർ വരെ ഇപ്പോൾ ട്രെയിൻ ഓടുന്നുണ്ട്. സിന്ധനൂർ ഞാൻ ഈ മാസം തന്നെ പോകുന്നുണ്ട്. ഇലക്ട്രിക് പോൾസ് ഒന്നും ഇല്ലാത്ത മൊത്തം ഡീസൽ വെച്ച് ഓടുന്നൊരു സെക്ഷനാണ്. അപ്പോൾ സിന്ധനൂർ വരെ ഇപ്പോൾ ട്രാക്കായിരുന്നു. സിന്ധനൂരിൽ നിന്ന് ഈ റായ്ചൂരിലേക്ക് ലൈൻ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഹൂബ്ലിയിൽ നിന്ന് റായ്ചൂരിലേക്ക് ഡയറക്റ്റ് എളുപ്പത്തിന് വരാൻ പറ്റും. അതൊരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ ഈ സിന്ധനൂർക്ക് ഇപ്പം ട്രെയിൻ ഓടുന്നുണ്ട്. യശ്വന്ത്പൂർ സിന്ധനൂർ എക്സ്പ്രസ് എന്ന ഒരു ഓവർനൈറ്റ് വണ്ടിയുണ്ട്. അപ്പോൾ അതിന് ഈ മാസം സിന്ധനൂർ പോകുന്നുണ്ട്. സിന്ധനൂർ നമ്മൾ പോകാത്തൊരു സ്ഥലമാണ്. ഫുള്ള് ഇതേപോലെ ഡീസൽ മാത്രമുള്ള ഈ ഇലക്ട്രിക് പോൾസ് ഒന്നും ഇല്ലാത്ത അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. ജയന്തി ശരിക്കും എത്ര സംസ്ഥാനത്തിൽ കൂടെ പോകുന്നതല്ലേ. തമിഴ്നാട്ടിൽ നിന്ന് വിട്ട് കേരളം വഴി പിന്നെയും തമിഴ്നാട്ടിൽ കയറി ആന്ധ്രയിൽ കയറി, ആന്ധ്രയിൽ നിന്ന് കർണാടകം കയറി, കർണാടകത്തിന് വീണ്ടും ആന്ധ്രയിൽ കയറി മഹാരാഷ്ട്രയിൽ കയറിയാണ് ഈ വണ്ടി പൂനെ ചെല്ലുന്നത്. അത് കണ്ടോ, റായ്ചൂർ തെർമൽ പവർ പ്ലാന്റ് ആണ് കാണുന്നത് കേട്ടോ. എത്ര കോടിലാന്ന് നോക്കി, 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട് നോക്കി. എന്തോ വലിപ്പമൊന്നുണ്ടോ. റായ്ചൂർ തെർമൽ പവർ പ്ലാന്റ് അതാണ് കാണുന്നത്. ജയന്തിനെ ഇവിടെ കൃഷ്ണ ജംഗ്ഷൻ എന്ന സ്ഥലത്ത് കൊണ്ട് പിടിച്ചിട്ട് ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്ന് വണ്ടി എടുത്തിയപ്പോഴേക്കും വെള്ളമൊക്കെ നിറയ്ക്കുന്നുണ്ട് വണ്ടിക്ക്. എനിക്കൊന്ന് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. നമ്മുടെ ജയന്തി ഇങ്ങനെ ആന്ധ്ര വിട്ട് ഇനിയിപ്പോൾ കർണാടകത്തിലാണ് യാത്ര കേട്ടോ. ഇപ്പം യാഡ്ഗർ എന്ന് പറഞ്ഞ സ്റ്റേഷനെത്തി. യാഡ്ഗർ, വാടി, കാലാപുറാഗി എല്ലാം കർണാടകത്തിലാണ്. അതിനാണ് സോലാപൂർ കയറുന്നത്. അപ്പോൾ ഇനി ഫുൾ കർണാടകത്തിൽ കൂടെയാണ് യാത്ര. കർണാടകത്തിൻ്റെ നോർത്തേൺ മോസ്റ്റ് ഭാഗമാണ് ഇതൊക്കെ. ഞാൻ ട്രെയിനകത്ത് നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം മേടിച്ചു കേട്ടോ. പുറത്ത് നോക്കിയിട്ട് അത്ര നല്ലതൊന്നും കണ്ടില്ല. അവിടെ ട്രെയിനകത്ത് നിന്ന് മേടിച്ച ചോറും പരിപ്പ് കറി, ഉരുളക്കിഴങ്ങ് സബ്ജിയും, വേറെ ഒന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഫുഡ് ഞാൻ വിചാരിച്ചത് നല്ലതായിരുന്നു കേട്ടോ. നമ്മളിവിടെ നൽവാർ നിന്നൊരു സ്റ്റേഷനെ കൊണ്ട് പിടിച്ചിട്ടേക്ക് ഈ വാടി ജംഗ്ഷൻ എത്തുന്നതിനൊരു സ്റ്റേഷൻ മുമ്പാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ ഉള്ള ഈ നൽവാറിന് വാടിയിലേക്ക് 13 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പോൾ സമയം എത്രയെന്ന് ചോദിച്ചാൽ 1:21. വാടി ജംഗ്ഷനിലെ സമയം 2:05 കേട്ടോ. ഇഷ്ടംപോലെ സമയം കിടപ്പുണ്ട്. അപ്പം 2:05 അവിടെ കയറ്റിയാൽ മതി. സ്ലാക്ക് ടൈം ഉണ്ട് ഇവിടെ. എൻ്റെ അവിടെ എറണാകുളത്ത് നിന്ന് പൂനെ പോകുന്ന വണ്ടികളിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മറ്റേ എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റാണ് കൊങ്കൺ വഴിയുള്ളത്. ഈ വണ്ടിയാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നതിൽ 2ാം സ്ഥാനത്ത്. ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന മറ്റേ ട്രിവാൻഡ്രം മുംബൈ CSMT വീക്കിലി ലൈനാണ് എടുക്കുന്നത്. 30 മണിക്കൂർ 50 മിനിറ്റ്. ഇതിന് 30 മണിക്കൂർ 40 മിനിറ്റാണ് എറണാകുളത്തുനിന്ന് പൂനെ വരെ. പോരെ. ഈ വാടി ജംഗ്ഷനില്ലേ നമ്മളിപ്പോൾ എത്തുന്നത്, ഇവിടെ നിന്ന് തിരിഞ്ഞ് ഹൈദരാബാദ് പോകാം. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ 200 കിലോമീറ്റർ എന്നേ ഉള്ളൂ ഹൈദരാബാദ് പോകാൻ വേണ്ടി. അത്രേ ഉള്ളൂ. ഇവിടുന്ന് വാടിയത് പാസഞ്ചറൊക്കെ ഉണ്ട് കാച്ചിക്കുടയ്ക്ക് പോരെ. അപ്പോൾ വാടിന്ന് ഹൈദരാബാദ് പോകാൻ വേണ്ടി എളുപ്പമാണ്. അപ്പോൾ ഒരു മെയിൻ സ്റ്റേഷനാണ് ഈ ഹൈദരാബാദ് പോകാനും പിന്നെ നമ്മൾ വരുന്ന റൂട്ടിലേക്ക് പോകാനൊക്കെ ഉള്ളൊരു മെയിൻ ജംഗ്ഷനാണ് ഈ വാടി. നമ്മളന്ന് നാന്ദേദ് എക്സ്പ്രസ്സിന് ഈഡർ പോയില്ലേ, അതൊക്കെ ഈ വാടി കയറാതെ ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പിന്നെ പോലെ വികാരാബാദ് വഴി. വികാരാബാദൊക്കെ ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകുമ്പോഴാണ്. അപ്പോൾ ഈ നാന്ദേദ്, വികാരാബാദ് പിന്നെ ഹൈദരാബാദൊക്കെ പോകണമെങ്കിൽ വാടിയിൽ നിന്ന് റൈറ്റ് എടുത്താണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ല ഹൈദരാബാദ് നാന്ദേദൊക്കെ പോകുന്ന വഴി. അതുകൊണ്ട് ഇവിടെ നിന്ന് റൈറ്റ് എടുത്താണ് നേരെ പോകുന്നത്. ഇത്രയും നേരം നമ്മൾ സൗത്ത് സെൻട്രൽ റെയിൽവേയിലെ ഗുണ്ടക്കിൽ ഡിവിഷനൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് സെൻട്രൽ റെയിൽവേയിലാണ്. അവിടെ നേരത്തെ ഒരു ബോർഡറായിരുന്നു. അപ്പോൾ ഇത് ബോർഡറായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ സെൻട്രൽ റെയിൽവേയിലെ സോലാപൂർ ഡിവിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. സോലാപൂർ ഡിവിഷനിലാണ് ഈ വാടി ജംഗ്ഷനൊക്കെ ഉള്ളത്. ഇത് സ്റ്റേറ്റ് കർണാടക ആണെങ്കിലും സോൺ സെൻട്രൽ റെയിൽവേ ആട്ടോ. ഈ വാടി ജംഗ്ഷനിൽ നിന്ന് സോലാപൂർ വരെ ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. സോലാപൂർ പൂനെയൊക്കെ പോയിട്ടുണ്ട്.
നിങ്ങൾ ഈ എല്ലാ LSP കോച്ചിൻ്റെയും താഴെയായിട്ട് ഇവിടെ SS1 SS2 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? ഇതെന്താ സംഭവം എന്നറിയാമോ? SS എന്ന് വെച്ചാൽ ഷോപ്പ് ഷെഡ്യൂൾ എന്ന് പറയും. അതായത് ഈ കോച്ചുകളുണ്ടല്ലോ, ഇത്ര നമ്മൾ ഈ വണ്ടി സർവീസ് ചെയ്യത്തില്ലേ, അതേപോലെ ഈ ട്രെയിനിൻ്റെ കോച്ചുകളും സർവീസ് ചെയ്യുകയും ഓവർഹോൾ എന്ന് പറയും. അതായത് ഫുൾ അഴിച്ച് പണിത് ഇതിൻ്റെ എല്ലാ മെക്കാനിക്കൽ പാർട്സ് ഒക്കെ റെഡിയാക്കി, ഇതിലൊക്കെ പ്രശ്നം റെഡിയാക്കി പെയിന്റ് അടിച്ചു വിടും, നമ്മൾ ഈ വണ്ടി സർവീസ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അതിനാണ് ഈ LSP കോച്ചുകൾക്ക് ഷോപ്പ് ഷെഡ്യൂൾ എന്ന് പറയും. അപ്പോൾ ഈ LSP കോച്ചുകളുടെ ഷോപ്പ് ഷെഡ്യൂൾ നടക്കുന്നത് SS1 എന്ന് പറയും. ഷോപ്പ് ഷെഡ്യൂൾ 1 എന്ന് വെച്ചാൽ അതിൻ്റെ ഫസ്റ്റ് ഓവർഹോൾ, ഒരു കോച്ചിൻ്റെ ഫസ്റ്റ് സർവീസ് അല്ലെങ്കിൽ ഓവർഹോൾ നടക്കുന്നത് 18 മാസം കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ 6 ലക്ഷം കിലോമീറ്റർ. അപ്പോൾ ഒന്നെങ്കിൽ 18 മാസം അല്ലെങ്കിൽ 6 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞാൽ ഇത് ഷോപ്പ് ഷെഡ്യൂൾ 1 കയറ്റും. രണ്ടാമത്തെ ഷോപ്പ് ഷെഡ്യൂൾ 2 നടക്കുന്നത് 36 മാസം കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ 12 ലക്ഷം കിലോമീറ്റർ. ഈ രണ്ട് ഏരിയയിലെ ഒരു ക്രൈറ്റീരിയ പൂർത്തിയാക്കിയാൽ ഇത് ഷോപ്പ് ഷെഡ്യൂൾ 2 കയറ്റും. ഇപ്പം ഈ ഒരു കോച്ച് എനിക്കൊന്ന് ഷോപ്പ് ഷെഡ്യൂൾ 2 കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. അതാണ് SS2 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി SS3 എന്നൊക്കെ പറഞ്ഞു വരും ഇവിടെ. അപ്പോൾ ഈ ഒരു കോച്ച് 2 ആണ് ഇപ്പം ഓവർഹോളിന് കയറ്റിയതാണ്. 2022 മേഡ് കോച്ചാണ്. അതായത് ഇപ്പോൾ ഏകദേശം ഒരു 3 കൊല്ലം പഴക്കമുണ്ട് ഈ കോച്ചിന്. ഇത് കഴിഞ്ഞിട്ട് SS3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 72 മാസം കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ 24 ലക്ഷം കിലോമീറ്റർ. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ പൂർത്തിയാക്കുമ്പോൾ ഇത് പിന്നെയും ഓവർഹോളിന് കയറ്റും. അങ്ങനെയാണ് LSP കോച്ചുകളൊക്കെ ഓവർഹോൾ ചെയ്യുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ കോച്ച് മൊത്തത്തിൽ കൊണ്ട് മറ്റേ ഇവരുടെ ICF ഫാക്ടറി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓവർഹോൾ ചെയ്യുന്ന വേറെ സ്ഥലമുണ്ട്. ഈ ഗോൾഡൻ ഡോക്ക് ട്രിച്ചിലൊക്കെ ഇതൊക്കെ ഓവർഹോൾ ചെയ്യും കോച്ചുകളൊക്കെ. അപ്പോൾ ഇത് അവിടെ കൊണ്ടുപോയിട്ട് ഈ കോച്ച് മൊത്തം അയച്ച് പണിതിൻ്റെ ഈ പാർട്സ് എല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആണോ നോക്കും. പിന്നെ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യും. എല്ലാം ഫുൾ അഴിച്ച് പണിത് പെയിൻ്റൊക്കെ അടിച്ച് അകത്തും എല്ലാം സെറ്റാക്കി ഒരു പുതുപുത്തൻ കോച്ച് എങ്ങനെ ഇറക്കുന്നോ അതേപോലെ ഇറക്കും. അതാണ് ഈ ഷോപ്പ് ഷെഡ്യൂളിന് ഇവർ പറയുന്നത്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് പറഞ്ഞതാണ്. ഇതിൻ്റെ എക്സ്പേർട്സ് ആരെല്ലാം ഉണ്ടെങ്കിൽ എന്നെ തിരുത്തണം കേട്ടോ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ. നമുക്ക് ജയന്തിയുടെ ഏറ്റവും ഫ്രണ്ടിൽ വരെ പോയിട്ട് വരാം കേട്ടോ. സമയമുണ്ട്. ഇവിടെ നേരത്തെ നമ്മുടെ വണ്ടി എത്തിയിരിക്കുന്നത് 1:55 ആയതേ ഉള്ളൂ. 2:07 വണ്ടി വിടുന്നത്. ഇതിന് തേർഡ് AC എക്കണോമിക്ക് കാലി കേട്ടോ. ഒറ്റ മനുഷ്യന്മാരല്ല വണ്ടിക്കകത്തുനിന്ന് ഷോ. അപ്പോൾ ഊനെ വരെ ഇത് ആരും പോകുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. സ്ലീപ്പറിലൊക്കെ അത്യാവശ്യം ആളുണ്ട്. എന്ന് വെച്ചാൽ ഓവർ അങ്ങനെ തിരക്കൊന്നുമില്ല, അത്യാവശ്യം ആൾക്കാരുണ്ട്. ഫുള്ളായിട്ട് തന്നെ വണ്ടി പോകുന്നത് സ്ലീപ്പർ. നടന്ന് ഫ്രണ്ടിലെ ലോക്കോട് അവിടെ വരെ വന്നു. കഴിഞ്ഞ വീഡിയോ കാണിച്ചായിരുന്നു. നമ്മുടെ വണ്ടിയുടെ ലോക്കോ വഡോദരയുടെ ഒരു WP7 ആണ് കേട്ടോ. സാധാരണ ഇതിന് ഈ റോഡിൻ്റെയും റോയപുരത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മൾ പോകുന്ന ദിവസം വഡോദരയുടെ ഒരു ലോക്കോയാണ്. വണ്ടിക്കകത്ത് നിന്ന് നമ്മുടെ ക്രൂ ലോക്കോ പൈലറ്റ്സ് അവർ ഭക്ഷണം കഴിക്കുമോ കേട്ടോ. പാവം കഷ്ടമാണ്. അവർക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത്. അങ്ങനെ സമയം കിട്ടുമ്പോഴേ കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്ലീപ്പറൊന്നും ഒരലമ്പൂരിവിടെ നല്ല വൃത്തിയുണ്ട്. അതിവിടെ ഓൺ ബോർഡ് ഹൗസ് കീപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇവർ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇത്രയും ക്ലീൻ ആയിട്ടിരിക്കുന്ന വണ്ടി. നമ്മുടെ ഇന്ത്യൻ റെയിൽവേന്ന് മൺമറഞ്ഞ് പോകാൻ പോകുന്ന ലോക്കോസിൽ ഒരെണ്ണമാണ് ഈ കാണുന്നുണ്ട്. WG5. നല്ല പഴക്കമുള്ള ലോക്കോ അല്ലേ. അധികം നാളൊന്നും കാണത്തില്ല മിക്കവാറും. ഗുൽബർഗ എന്ന് കേട്ടിട്ടുള്ളൂ. ഇതാണ് ഗുൽബർഗ കേട്ടോ, അഥവാ കാലാബുറാഗി. 3 മിനിറ്റ് നേരത്തെ നമ്മൾ കാലാബുറാഗി എത്തുന്നത്. 2:49 എത്തി. 2:55 നമ്മുടെ പൂനെ ജയന്തി ഇവിടെ നിന്ന് വിടത്തുള്ളൂ. ഗുൽബർഗ ഫോർട്ട് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഗുൽബർഗ ഫോർട്ട്, പിന്നെ ഇവിടെ ഒരു ദർഗയുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഗുൽബർഗ അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടാണ്. ഗുൽബർഗ ഫോർട്ടാണ് ഇവിടുത്തെ മെയിൻ കേട്ടോ. മഹാരാഷ്ട്രയോട് ചേർന്ന് കിടക്കുന്ന ഒരു കർണാടകത്തിലെ ഒരു സിറ്റിയും കൂടാണ് ഗുൽബർഗ. ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ, ആഷാഢി സ്പെഷ്യൽ ട്രെയിൻ എന്ന് പറഞ്ഞാൽ മീറജ് ടു കാലാബുറാഗി. മീറജ് എന്ന് പറയുന്നൊരു സ്പെഷ്യൽ ട്രെയിനാണ് കിടക്കുന്നത് കേട്ടോ. മീറജിന് കാലാബുർഗി വരെ വന്ന ഒരു ആഷാഢി സ്പെഷ്യൽ ട്രെയിൻ. ആഷാഢി എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഫെസ്റ്റിവൽ പ്രമാണിച്ചുള്ളൊരു സ്പെഷ്യൽ ട്രെയിനാണെന്ന് തോന്നുന്നു. സമയം ഇപ്പോൾ വൈകിട്ട് 4:45 5 മണിയാവുന്നു. നമ്മുടെ വണ്ടി ഇപ്പം 3/4 മണിക്കൂർ ലേറ്റാണ്.
ഇങ്ങനെ പയ്യെ ഇങ്ങനെ ഉരുട്ടിയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്താ ഒരു പിടുത്തമില്ല. സോലാപ്പൂർ എത്തേണ്ട സമയമാവാറായി. മിക്കവാറും സോലാപ്പൂർ എത്താൻ 5:30-5:45 കേട്ടോ. അതുപോലെ ഉരുട്ടിലാണ് ജയന്തി. പറയാൻ മറന്നു കേട്ടോ, നമ്മൾ മഹാരാഷ്ട്ര കയറിയിട്ട് ഇപ്പോൾ കുറച്ച് നേരമായി. മഹാരാഷ്ട്ര കയറി, അതാണ് മഴയൊക്കെ തുടങ്ങി, ക്ലൈമറ്റൊക്കെ മൊത്തം മാറിയത്. മഹാരാഷ്ട്രയിൽ മഴയാണല്ലോ, അടിപൊളി മഴയാണല്ലോ. മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ ജയന്തി ഇപ്പം 1.25 മണിക്കൂർ ലേറ്റാണ്. 5 മണിക്ക് സോലാപ്പൂർ എത്തേണ്ട വണ്ടി ഇപ്പം 6 മണിയായിട്ട് സോലാപ്പൂർ എത്തിയിട്ടില്ല. സോലാപ്പൂറിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷൻ, ഇതെല്ലാ സ്റ്റേഷനിലും ഇങ്ങനെ കൊണ്ട് ചവിട്ടുകയാണേ. എല്ലാ സ്റ്റേഷനിലും ഓരോ ഗുഡ്സും കാണും, എല്ലായിടത്തും കൊണ്ട് ചവിട്ടുകയും ചെയ്യും കേട്ടോ. നമ്മൾ ഒരു തവണ സോലാപ്പൂർ വന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? മറ്റേ ശതാബ്ദിക്ക് വന്ന് ഇവിടെ വന്ന് കുറച്ച് നേരം നിന്നിട്ട് മറ്റേ നാഗർകോവിൽ എക്സ്പ്രസ്സിന് തിരിച്ച് പൂനെ പോയത്. ഇതാണ് സോലാപ്പൂർ സ്റ്റേഷൻ കേട്ടോ. സോലാപ്പൂറിൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ വന്ന് കയറുന്നത്. 1.25 മണിക്കൂർ ഡിലേ ആയിട്ട്. മഹാരാഷ്ട്രയിലെ ഒരു അത്യാവശ്യം നല്ലൊരു സിറ്റിയാണ് ഈ സോലാപ്പൂർ എന്ന് പറയുന്നത് കേട്ടോ. വണ്ടി വന്നത് നല്ല ലേറ്റ് ആയിട്ടാണ്. ജനറലൊക്കെ ഒടുക്കത്തെ ഇടിയാണ് കയറാൻ വേണ്ടിയിട്ട്. ആൾക്കാർ ഇറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല കേട്ടോ. ഈ ആൾക്കാർ ഇറങ്ങാൻ സമ്മതിച്ചാലേ കയറാൻ പറ്റത്തുള്ളൂ. ഇത് എന്തുവാ നോക്കി, എന്നിട്ട് അവരോട് കിടന്ന് അടി ഉണ്ടാക്കുന്നു. നോക്ക്, നല്ല ബിസിയസ്റ്റ് റൂട്ടായിരിക്കും കേട്ടോ, എസ്പെഷ്യലി ദൗണ്ട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട്. ഇനി ആകെ 3 സ്റ്റോപ്പുള്ളൂ, കുർദുവാടി, കെം, പിന്നെ ദൗണ്ട്. ഇങ്ങനെ മഹാരാഷ്ട്രയിൽ മാത്രം വന്നാൽ കാണാൻ പറ്റുന്ന ലോക്കോസ് ആണെങ്കിൽ ഇപ്പോൾ കണ്ടത് കേട്ടോ. WCAM-3 ആയിരുന്നു നേരത്തെ, ഇപ്പോൾ അത് WEG-7M എന്നൊരു ക്ലാസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് ലോക്കോസ് ആണെങ്കിൽ ഇവിടെ തന്നെ വരണം. എന്നിട്ട് അവർ പാവഭാജി കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു പാവഭാജി മേടിച്ചു. എൻ്റെ ഫേവററ്റ് സാധനമാണ് പാവഭാജി കേട്ടോ. ഇവിടെ വന്നാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ പാവഭാജി മേടിച്ച് 70 രൂപ മേടിച്ച് കേട്ടോ. പക്ഷെ കൊള്ളം, കണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, കഴിച്ചിട്ട് പറയാം. ഡീസൻ്റ് ഐറ്റം കേട്ടോ, നൈസ് സാധനം, അടിപൊളി. അയ്യോ, നമ്മുടെ ജയന്തി എക്സ്പ്രസ്സിലെ 2ാമത്തെ ഡേ അങ്ങനെ തീരാൻ പോവുകയാണ്. പൂനെ എത്തുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് സ്റ്റോപ്പ് ദൗണ്ട് ജംഗ്ഷൻ നമ്മൾ എത്തിക്കൊണ്ടിരിക്കണം. വണ്ടി ഇപ്പം ഏകദേശം ഒരു മണിക്കൂർ അടുപ്പിച്ച് ലേറ്റാണ്. മിക്കവാറും 9:50 കയറാനാണ്, അതൊന്നും കയറത്തില്ല. മിക്കവാറും ഒരു 10-10:30 ആവും കയറാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതേ ഒരു ഇലക്ട്രിക് ലോക്കോ ഷെട്ടാണ്. ഈ ലോക്കോ ഷെട്ട് വന്നിട്ട് അധികം നാളായിട്ടില്ല, പുതിയൊരു ലോക്കോ ഷെട്ടാണ്. ദൗണ്ട് ഇലക്ട്രിക് ലോക്കോ ഷെട്ട് എന്ന് പറയും. ഇവർക്ക് WEG-9 ലോക്കോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ലോക്കോ ഷെട്ടാണ് കാണുന്നത് കേട്ടോ. ലോക്കോ ഷെട്ട് പിന്നെ അപ്പുറത്തെന്തോ വാഗൻ വർക്ക്ഷോപ്പോ അങ്ങനെ എന്തൊക്കെ കാണാം. നമ്മുടെ ജയന്തിയുടെ ലാസ്റ്റ് സ്റ്റോപ്പ് ദൗണ്ട് ജംഗ്ഷൻ നമ്മൾ എത്തിയേ. ഇതാണ് ദൗണ്ട് ജംഗ്ഷൻ കേട്ടോ. കൃത്യം 9 മണിക്കാണ് നമ്മുടെ ജയന്തി ഇവിടെ ദൗണ്ടിൽ വന്ന് കയറുന്നത് കേട്ടോ. ഈ കുറേ വണ്ടികളുണ്ട്. ഈ പൂനെ ഭാഗത്തു നിന്ന് ഡൽഹി ഭാഗത്തേക്കൊക്കെ പോകുന്ന വണ്ടികൾ ഈ പണ്ടൊക്കെ ഈ ദൗണ്ട് ജംഗ്ഷൻ കയറി റിവേഴ്സ് അടിച്ചാൽ പോയിക്കൊണ്ടിരുന്നേ. അപ്പോൾ ആ ടൈം ലാഭിക്കാൻ വേണ്ടി ഇപ്പോൾ ദൗണ്ട് ബൈപ്പാസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ദൗണ്ട് ബൈപ്പാസ് ചെയ്ത് പോകുന്നിടത്തായിട്ട് ദൗണ്ട് കോട്ട് ലൈൻ എന്ന സ്റ്റേഷനുണ്ട്. ഒരു ഡെമോ പോകുന്നത്, അതിൻ്റെ ശബ്ദമാണ് കേട്ടോ. അപ്പോൾ ഈ ദൗണ്ട് കോട്ട് ലൈൻ സ്റ്റേഷനിലാണ് ഇപ്പോൾ അങ്ങനത്തെ വണ്ടികൾ നിർത്തുന്നത്. അതിലൊരു വണ്ടിയാണ് നമ്മുടെ ഗോവ എക്സ്പ്രസ് കേട്ടോ.
വാസ്കോഡ ഗാമയിൽ നിന്ന് നിസാമുദ്ദീൻ പോകുന്നത്. അങ്ങനെ കുറേ വണ്ടികളുണ്ട്. നമ്മുടെ ജയന്തി ജനത അങ്ങനെ പൂനെ എത്താനായിട്ടുണ്ട്. രാത്രി 9:50 എത്തേണ്ട വണ്ടി ഇപ്പം സമയം എത്ര ചോദിച്ചാൽ 10 വേണ്ടായി. ഇപ്പം ഹഡപ്സറായതേ ഉള്ളൂ, പൂനെക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റേഷൻ. കഴിഞ്ഞ ദിവസം LSB ആയ ഗുരുദേവ് എക്സ്പ്രസിൻ്റെ അങ്ങോട്ടുള്ള യാത്ര നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അടിപൊളി കോച്ചിലായിരുന്നു. ഇങ്ങോട്ട് വരാനകത്ത് ഫുള്ള് ചുമന്നാണ് ഇരിക്കുന്നത്. ഫുള്ള് പാൻപരാഗിട്ട് നശിപ്പിച്ചെന്നാണ് ഞാൻ കുറേ പിക്ക് കണ്ടു. എക്സ്പെക്റ്റഡ് ആണ് ഇത്. അതായത് വലിയ പുതുമയൊന്നുമില്ല, എക്സ്പെക്റ്റഡ് ആണ്. ആ വണ്ടിയുടെ കാര്യം പോയി. ഔട്ടറെ കൊണ്ടിട്ടേക്കോ 10:35 സമയം നോക്കി. 11:45 വണ്ടി എടുത്തോണ്ട് പോകേണ്ടതാ. അവിടെ പോയ പിന്നെ വണ്ടി ലോക്കോ വിരിച്ച് മുന്നിക്കോട്ടൊന്ന് വിട്ടാൽ മതിയല്ലോ. ഏതോ ഒരു വണ്ടി ഇറങ്ങി വന്നപ്പോഴേക്കും നമ്മുടെ വണ്ടിക്കുള്ള സിഗ്നലായി എടുത്തു കേട്ടോ. ഇതാണ് ചെന്നൈ എക്സ്പ്രസ് കേട്ടോ. നമ്മുടെ മുംബൈയിൽ നിന്ന് ചെന്നൈക്ക് വന്നൊരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ടല്ലോ, വൈകിട്ട് മുംബൈയിൽ ഇടുന്നേ, ആ വണ്ടിയാണത്. അതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. കൃത്യം 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് നമ്മുടെ പൂനെ ജംഗ്ഷനിൽ എത്തുന്നത്. 10:50 ആയപ്പോഴേക്കും നോക്കി. ഇത് തിരിച്ചു പോകുമ്പോൾ 1 മണിക്കൂറിനുള്ളിൽ പോകില്ല. അപ്പോൾ അതിന് ജനറലിൽ കയറാനുള്ള തിരക്കുണ്ടോ, ആൾക്കാർ ഇറങ്ങുന്നതിന് ഇപ്പോൾ ഇടിച്ച് കയറുന്നതായിരിക്കും. ഇതിൽ ലേ ഓവർ ടൈം ഭയങ്കര കുറവാണ് പൂനെ, അതാ പ്രശ്നം. നമ്മൾ വന്നപ്പോഴേക്കും ചെറിയായിട്ട് മഴയും തുടങ്ങി. അങ്ങനെ കന്യാകുമാരി പൂനെ ജയന്തി എന്ന എക്സ്പ്രസ്സിൽ കയറി നമ്മൾ 1 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഇവിടെ പൂനെ വന്നിരിക്കുകയാണ്. അങ്ങനെ end-to-end യാത്ര ഇവിടെ എൻഡ് ചെയ്യുകയാണ് ഗൈസ്. നമ്മുടെ ജയന്തിയിലെ തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. ഇത് തിരിച്ചു പോകുമ്പോൾ കയറാൻ വേണ്ടി നോക്കി. അല്ല ഇതെല്ലാം ഇതിനകത്ത് കയറാനുള്ള ആൾക്കാരെ വണ്ടി ആൾക്കാർ ഇറങ്ങിയിട്ട് കയറാൻ വേണ്ടിയാണ്. ഫുള്ളാണ് വണ്ടി തിരിച്ചു പോകുമ്പോൾ. നേരെ നല്ല പോലെ വൈകിപ്പോയി കേട്ടോ, ഭയങ്കര ലേറ്റ് ആയിപ്പോയി വണ്ടി. ഇനി 1 മണിക്കൂറുണ്ട്. 1 മണിക്കൂറുള്ളിൽ ഇത് അതിനകത്ത് ഓൺബോർഡ് ക്ലീനിങ് ഉള്ളത് ക്ലീൻ ആക്കിയിട്ടേക്കും. ലോക്കോ ഇനി തിരിച്ച് മാറ്റി പുറകെ കൊണ്ട് പിടിപ്പിക്കും, എടുത്തോണ്ട് പോകും 11:45. അപ്പോൾ നമ്മൾ പൂനെ താമസിക്കുന്നത് നമ്മുടെ അളിയൻ്റെ വീട്ടിലാണ് കേട്ടോ. വീഡിയോസ് എല്ലാം ഗ്യാപ്പില്ലാതെ പെട്ടെന്ന് വരുന്നത്. അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ പൂർണ്ണ എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് LSP റണ്ണിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പൂർണ്ണ എക്സ്പ്രസിൻ്റെ കോച്ചുകളൊക്കെ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ പെയറിംഗ് വണ്ടിയെ മറ്റേ ദർഭംഗ എക്സ്പ്രസിനൊക്കെ തട്ടിക്കൂട്ടി ചെയ്തോ പഴയ കോച്ചൊക്കെ കൊടുത്തതാണ് കേട്ടത്. അപ്പോൾ ഇതിനെങ്ങനെയാണെന്ന് അറിയത്തില്ല, നോക്കാം. അപ്പോൾ പൂർണ്ണ എക്സ്പ്രസിൻ്റെ LSP റണ്ണിൻ്റെ വീഡിയോ ഉണ്ട്. അടുത്ത ദിവസം വേളാങ്കണ്ണി എക്സ്പ്രസിൻ്റെ LSP വീഡിയോ ഉണ്ട്. അങ്ങനെ എല്ലാം LSP ആവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. നെക്സ്റ്റ് കാണാം. ബൈ.